ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ പാഷാണത്തിൽ കൃമി എന്ന് വിശേഷിപ്പിച്ചു. സത്യത്തിൽ അങ്ങനെയല്ല, പുള്ളി പൊട്ടാസ്യം സയനൈഡിൽ കൃമിയാണ്. കൈരളി ചാനലിനും ദേശാഭിമാനി പത്രത്തിനും ബാധകമായ നിയമമെങ്കിലും ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ശുംഭന്, ഈ എരപ്പാളിക്ക്, ഈ ഏഴാം കൂലിക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. എനിക്ക് വളരെ സ്നേഹവും ആദരവും ബഹുമാനവും ഭക്തിയുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പൂജ്യശ്രീ രാഹുൽ ഈശ്വർ തിരുമനസ്. നമ്മളെപ്പോലെയല്ല, അദ്ദേഹം ബ്രാഹ്മണനാണ്, ദ്വിജനാണ്, താഴമൺ തന്ത്രിയുടെ മകൻ്റെ മകനല്ലെങ്കിലും മകളുടെ മകനാണ്. മാത്രമല്ല ഇദ്ദേഹം പുരുഷാധിപത്യ വിശ്വാസിയാണ്, പുരുഷാവകാശ പ്രവർത്തകനാണ്. ഇപ്പോൾ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഒരു വലിയ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഇത്ര നാൾ ജിഹാദികൾക്ക് മൗദൂദി ചാനലിൽ പറയുന്നതായിരുന്നു വേദവാക്യം. ഇപ്പം അങ്ങനെയല്ല. രാഹുൽ ഈശ്വർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിലെ സഖാവ് മൂക്കൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ. ഈ രാജ്യത്ത് എന്ത് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ അതിനെക്കുറിച്ച് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു എന്ന് ചോദിക്കും. രാഹുൽ ഈശ്വർ ഒന്നും പറഞ്ഞില്ല എന്ന് നോക്കി, ആ സംഭവത്തിന് പിന്നെ യാതൊരു പ്രാധാന്യമില്ല. അങ്ങനെയാണ് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനക്കേസ് വന്നപ്പോൾ ഇദ്ദേഹം വിദഗ്ധ അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെയാണ് അഖില ഹാദിയ വിഷയം ഉണ്ടായപ്പോൾ അതിലും പുള്ളി കയറി അഭിപ്രായം പറഞ്ഞു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ കുംഭമേളയ്ക്ക് മുത്തുമാല വിൽക്കാൻ പോയ പെൺകുട്ടിയുടെ ഗാന്ധർവ വിവാഹം ഉണ്ടായപ്പോൾ അതിലും പുള്ളി അഭിപ്രായം പറഞ്ഞു. ഫ്ലാഷ് ബാക്ക്. 100 കള്ളങ്ങൾ പറഞ്ഞാലും ഒരു സത്യത്തെ അതുകൊണ്ട് അതിജീവിക്കാൻ കഴിയില്ല. എത്ര കള്ളം പറഞ്ഞാലും കള്ളം പറയുന്നവർ വിജയിക്കാനും പോകുന്നില്ല. അതാണ് സത്യമേവ ജയതേ എന്ന് നമ്മുടെ കോടതികൾ എഴുതി വെച്ചിരിക്കുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് ഇല്ല. മധ്യപ്രദേശ് പോലീസ് ഇട്ടിരിക്കുന്നത് അബ്ഡക്ഷൻ കേസാണ്. ഇനിയും 2, മധ്യപ്രദേശിൽ നിന്ന് മോണാലിസ ഭോസ്ലെ എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നത് ജനുവരി 1, 2008 എന്താ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഉണ്ടാ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റാ. കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തെളിയിക്കാൻ അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ കയ്യിലുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് കിട്ടിയ ആധാർ കാർഡുകൾ, 2 ആധാർ കാർഡുകൾ, മോണാലിസ ഏകദേശം 10 വർഷം മുമ്പ് എടുത്ത കുഞ്ഞായിരുന്നപ്പോഴത്തെ ആധാർ കാർഡ്, അതിനുശേഷം ഇപ്പോഴത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, അവിടുത്തെ ഇലക്ടറൽ ക്രെഡൻഷ്യൽസ് ഉള്ള കാർഡ്, ഈ കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ ഇരിപ്പുണ്ട്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. അതുകൊണ്ട് NCST പറഞ്ഞിരിക്കുന്ന കാര്യമോ ആ ജനന സർട്ടിഫിക്കറ്റ് അല്ല, അത് പിന്നെ ആ കാര്യം പൂർണ്ണമായും തെറ്റാണ് പറയാൻ കാരണം 2009 ഡിസംബർ 30 ഈ പെൺകുട്ടിയുടെ സഹോദരൻ ജനിച്ച് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ കുട്ടിയുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രഥം ദൂബെ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത വ്യാജ പരാതിയിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഇനി 10 വർഷം മുമ്പ് മോണാലിസയുടെ ആധാർ കാർഡിലും ജനന തീയതി 1/1/2008 അഥവാ ജനുവരി 1, 2008. അപ്പോ ഫർമാൻ ഖാൻ 10 വർഷം ടൈം മെഷീൻ വെച്ച് പുറകോട്ട് പോയി അങ്ങനെ ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ കഴിയുമോ? എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അപ്പോ ഹിന്ദു ആധാർ കാർഡ് ആധാർ കാർഡ് അല്ലല്ലോ അതിൽ ബാധകമാകുന്നത്, അത് ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ജനന സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുവാനായിട്ട് ആ ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടില്ലേ? അത് ശരിയാണോ തെറ്റാണോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയാലും ഈ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ദേഷ്യം വെച്ച് ഗോവിന്ദൻ മാഷിനെയും മേയറേയും എം പിയെ കുറ്റം പറയുന്നതിൽ എന്താ അർത്ഥം? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഇനി റദ്ദാക്കിയെന്ന് ഇരിക്കട്ടെ, റദ്ദാക്കിയാലും ആ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിരുന്നല്ലോ. റദ്ദാക്കാൻ കാരണം അത് കള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടല്ലേ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതുകൊണ്ടല്ല, എന്താണ് കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം കല്യാണങ്ങളോടുള്ള അസഹിഷ്ണുതയും ഇവർക്ക് പണി കൊടുക്കാനുള്ള ആഗ്രഹവും കൊണ്ട് പ്രഥം ദൂബയെ പോലൊരു വ്യക്തി ചെന്ന്, അല്ലെങ്കിൽ പുള്ളി ഒരു തീവ്ര ഹിന്ദുത്വവാദി ലൈനുള്ള ആളാണ്, അയാൾ ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഈ കുട്ടിയുടെ. അതിൽ ക്ലാരിറ്റി വേണം. ഏത് സർട്ടിഫിക്കറ്റ്? ഈ പറയുന്ന വിവാഹത്തിന് വേണ്ടി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ്, അതായത് 1/1/2008 ആ കുട്ടി ജനിച്ചത് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി റദ്ദാക്കിയതാണ് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? 100%.
എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. 1/1/2008 ജനിച്ച ഈ കുട്ടി 2009 ഡിസംബർ 30 ജനിച്ചതെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായി പ്രഥം ദൂബെ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത കാര്യമാണ്. അതിനെതിരെ മൊണാലിസ കേരളത്തിലെ ADGPക്കും കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിനുള്ളിൽ കോടതിയിൽ തന്നെ പ്രസന്റ് ചെയ്ത് ആ കുട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. ശ്രീ മഞ്ജുഷ്, ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. 2 ആധാർ കാർഡുകൾ, അതായത് ആദ്യത്തെ ആധാർ കാർഡിന്റെ ഫോട്ടോ പഴയത്, പിന്നത്തെ ഇപ്പോഴത്തെ ഫോട്ടോ, ആധാർ കാർഡ് 10 വർഷം മുമ്പത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ കുട്ടിയുടെ ഇലക്ടറൽ ക്രെഡൻഷ്യൽ, അതായത് ആ കുട്ടി ഇലക്ടറൽ ID കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നു. ഇതെല്ലാം അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയും. നേരെ തിരിച്ച് ഇവർ ചെയ്തത് ഈ പെൺകുട്ടിയുടെ അനിയൻ, ഈ പെൺകുട്ടിയുടെ അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ NCSTയിൽ ഹാജരാക്കിയതോ, നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ്, അവിടെ ഹാജരാക്കിയത് സർട്ടിഫിക്കറ്റോ? അത് വ്യാജമാണ്, തെറ്റാണ്. പ്രഥം ദൂബെ മിസ്റെപ്രസെന്റ് ചെയ്തതാണ്. ഈ പെൺകുട്ടിയുടെ അനിയന്റെ ബർത്ത്ഡേ ഈ പെൺകുട്ടിയുടേതാണ് എന്ന് മിസ്റെപ്രസെന്റ് ചെയ്ത് ഈ പെൺകുട്ടിക്കും ഫർമാനും പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. എടാ ബുദ്ധിമാനെ, നീ ഒരു മഹാനാട്ടോ. എനിക്ക് അവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് പണി കൊടുക്കണമെങ്കിൽ ഈ മുതിർന്ന ആൾക്കാർക്ക് പണി കൊടുക്കുക, ഈ 18-25 വയസ്സായ പിള്ളേർക്ക് പണി കൊടുക്കാതിരിക്കുക. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. മൊണാലിസയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് ആധാർ കാർഡ് പോലീസ് ചെക്ക് ചെയ്തത്. ആ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അല്ലെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ മൊണാലിസയുടെ അച്ഛൻ വന്നതടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. വയസ്സമ്പത്താറായി എന്നിട്ടും വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നതിന് യാതൊരു കുറവുമില്ല. അദ്ദേഹം മകളെ കാണാനില്ല എന്നുള്ള പരാതി കൊടുത്തയാളല്ലേ? അദ്ദേഹം ന്യൂസ് 18 സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച്. തട്ടിക്കൊണ്ടു പോയതാണെന്നാണ് അദ്ദേഹം പരാതി കൊടുത്തത്. അല്ല, തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കൂടെ പോയത്? തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ ഈ അച്ഛന്റെ ആധാർ കാർഡ് എന്തിനാ പോലീസിന് കൊടുത്തത്? ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കുന്ന കള്ളക്കഥകളാണ്. എങ്ങനെങ്കിലും മൊണാലിസയും ഫർമാനെയും പിരിക്കാനും മൊണാലിസയ്ക്കും ഫർമാനും പണി കൊടുക്കാനും കേരള സ്റ്റോറി 3 ഉണ്ടാക്കാനുള്ള കള്ളക്കഥ ഉണ്ടാക്കാനുള്ള പരിസരം ഉണ്ടാക്കുകയാണ്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ ഇത്രയധികം. അല്ല, അത് താങ്കൾ അതിലേക്ക് പോകണം. അതെന്താണ് കേരള സ്റ്റോറി 3 എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കേരള സ്റ്റോറി 3 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഹിന്ദു പിന്നോക്ക വിഭാഗത്തിലുള്ള പെൺകുട്ടിയെ ഞങ്ങൾ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു എന്ന കള്ളക്കഥ ഉണ്ടാക്കാൻ മധ്യപ്രദേശിലെ ചില പവർഫുൾ ആയ ആൾക്കാർ ചെയ്യുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കാൻ കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്, മൗലികാവകാശമാണ്. 19ാം അനുച്ഛേദത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. അങ്ങനെ ഏത് കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ചില ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് രാഹുൽ ഈശ്വർ. അങ്ങനെ രാഹുൽ ഈശ്വറിൻ്റെ വിദഗ്ധ അഭിപ്രായം വന്നു. ആ വിവാദത്തെ അദ്ദേഹം സർവ്വാത്മന അംഗീകരിച്ചു. ഇദ്ദേഹം നിയമവിരുദ്ധകാരിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിവാഹം ഹിന്ദു നിയമം അനുസരിച്ചിട്ടോ ഇസ്ലാം നിയമം അനുസരിച്ചിട്ടോ നിയമസാധു ഇല്ലാത്തതാണ് എന്ന ലോ പോയിന്റ് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താ അത്രക്ക് പൊട്ടനാള്? ഇയാള് പഠിച്ചെന്ന ഡോക്ടർ അതല്ല, ഇയാളെ സ്ക്രാച്ച് മെമ്മറിയായതാ. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയും. അത് പുറത്ത് വന്ന് അന്ന് മുതൽക്ക് കേരള പോലീസ് അംഗീകരിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ദേശാഭിമാനി പത്രത്തിലാകട്ടെ, കൈരളി ചാനലിലാവട്ടെ, ഏതെങ്കിലും മാധ്യമത്തിലാകട്ടെ ഈ പെൺകുട്ടിയുടെ പടമോ പേരോ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. അത് ശരിയാണല്ലോ. വിവാഹ ഫോട്ടോയിൽ പോലും പെൺകുട്ടിയുടെ മുഖം മാച്ച് ആണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ പെൺകുട്ടിയുടെ പേരും ആരും പറഞ്ഞില്ല. പേര് പറയാത്തതെന്ന് വെച്ചാൽ പോക്സോ കേസിലേക്ക് ഇരകളുടെ പേര് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നിയമം എന്നിരിക്കലും ഈ നിയമം പഠിച്ച രാഹുൽ ഈശ്വറിൻ്റെ ആ എല്ലാ സംസാരങ്ങളിലും ഈ പെൺകുട്ടിയുടെ പേര് പറയും. ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. എല്ലാ ദൃശ്യങ്ങളിലും പുള്ളി അവരുടെ ഫോട്ടോ കാണിക്കും. കാരണം എന്താ, ഈ രാജ്യത്ത് ഒരു നിയമവും രാഹുൽ ഈശ്വറിന് ബാധകമല്ല. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ പാഷാണത്തിൽ കൃമി എന്ന് വിശേഷിപ്പിച്ചു. സത്യത്തിൽ അങ്ങനെയല്ല, പുള്ളി പൊട്ടാസ്യം സയനൈഡിൽ കൃമിയാണ്. കൃമി എന്ന് പറഞ്ഞാൽ സാമാന്യമായ കൃമികടിയാണ് പുള്ളി. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇതിന് പല ചികിത്സകളും ഉണ്ട്. ഒരു ചികിത്സ എന്ന് പറയുന്നത് ഈ പച്ച കർമൂസ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഈ ഞെട്ടിയോട് ചേർന്ന ഭാഗം അത് പച്ചക്ക് തിന്നു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് കാര്യമായ ശമനം ഉണ്ടാകും എന്നാണ് ആയുർവേദ വൈദ്യന്മാർ പറയുന്നത്. അലോപ്പതിയിൽ വേറെ ചികിത്സ ഉണ്ടാവും. അപ്പോൾ അത് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ചികിത്സിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് സംഗതി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. പുള്ളിക്ക് ഈ രാജ്യത്ത് ഒരു നിയമവും ബാധകമല്ല. കാരണം പുള്ളി നിയമത്തിന് ആദ്യത്തിനാണ്, ബ്രാഹ്മണനാണ്, ദ്വിജനാണ്. അതിലുപരിയായിട്ട് ആരാണ്, പുരുഷാവകാശ പ്രവർത്തകനാണ്. അതിലും വിശേഷിച്ച് താഴമൺ തന്ത്രി കുടുംബത്തിൽ അമ്മ വഴിക്ക് ബന്ധമുള്ള ആളാണ്. അപ്പോൾ മൂപ്പിലാന് നിയമമൊന്നും ബാധകമല്ല. തങ്കക്കുറവേ
നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. പക്ഷേ ഇത് പോലീസുകാർ കാണുന്നില്ലേ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മാത്രം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി നടന്ന വിവാഹം ആയതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെതിരായിട്ട് കേസെടുക്കാനായിട്ട് ചിലപ്പോൾ പോലീസ് ഏമാനന്മാർക്കും ചെറിയ വൈക്ലബ്യമുണ്ട്. എന്നാൽ പോലും ഇവനെ പോലെയുള്ള ഏഴാങ്കൂലികളൊന്നും വെറുതെ വിടരുത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം കൈരളി ചാനലിനും ദേശാഭിമാനി പത്രത്തിനും ബാധകമായ നിയമമെങ്കിലും ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ശുംഭന്, ഈ എരപ്പാളിക്ക്, ഈ ഏഴാങ്കൂലിക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. കൊല്ലെ ഇതിലും ഭേദം മരിക്കുന്ന